ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീനുസ് കിച്ചൺ. ഇന്ന് സാധാരണ ലീനുവിൻ്റെ റെസിപ്പീസ് ട്രൈ ചെയ്യുന്ന ഇല്ല ടേസ്റ്റ് ചെയ്യുന്ന ഒരാൾ ജിജി ഇന്ന് വരാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എനിക്കാണ് ചാൻസ് വീണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പം വെളിയിൽ നല്ല ചൂടാണ്. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ നമ്മുടെ ലീനു ഐസ്ക്രീം ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പം മാംഗോ ആൽമണ്ട് ഐസ്ക്രീം അതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഐ വാസ് ക്വൈറ്റ് ഇംപ്രസ്ഡ് ബിക്കോസ് ഫ്രം സ്ക്രാച്ച് പുള്ളിക്കാരത്തി ഐസ്ക്രീം ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ പലരും വീട്ടിൽ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇവിടെ ആദ്യമായിട്ട് ലീനു ഐസ്ക്രീം ഉണ്ടാക്കി നോക്കിയത്. ആൻഡ് പറഞ്ഞിടത്തോളം നല്ലതായിട്ടാണ് വന്നിരിക്കുന്നതെന്നാ പറഞ്ഞത്. അപ്പൊ എനിക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. ഇതാണ് കുറച്ച് മെൽറ്റായി. ഇതാണ് ഐസ്ക്രീം. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. വീട്ടിലുണ്ടാക്കിയതെന്ന് പറയത്തില്ല കേട്ടോ. ഇറ്റ് ഈസ് റിയലി ഗുഡ്. എനിക്ക് ആൽമണ്ട് കിട്ടി. ഇപ്പം ആ ഒരു ക്രഞ്ചി ഇത് കിട്ടുന്നുണ്ട്. ആൻഡ് ദ മാംഗോ ഐസ്ക്രീം ഈസ് wow, it's beautiful. എന്തിനാ നമ്മൾ പോയിട്ട് പുറത്തുനിന്ന് കുഞ്ഞുങ്ങൾക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുക്കുന്നത്? ഇറ്റ് ടേക്ക് ഫ്യൂ മിനിറ്റ്സ് ഓഫ് ടൈം. പിന്നെ ആ ഐസ്ക്രീം സെറ്റ് ആകുന്നതിൻ്റെ ആ ഒരു താമസമേ ഉള്ളൂ. ബട്ട് ഇറ്റ് ഈസ് വർത്ത് ട്രൈങ് മാംഗോ ഐസ്ക്രീം. ഇറ്റ് ഈസ് ജസ്റ്റ് ഓസം. സോ എല്ലാവരും ഇത് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. ഇറ്റ് ഈസ് റിയലി ഗുഡ്. ഇറ്റ് ഈസ് അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലല്ലോ. പ്ലീസ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ പ്രാവശ്യത്തെ ഐസ്ക്രീം അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഇത് മൊത്തം കഴിക്കട്ടെ. അപ്പം നമുക്ക് ഈ ഈസി മാംഗോ ആൽമണ്ട് ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഈസി മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അൽഫോൺസോ മാംഗോയാണ്. ഇവിടെ ഞാൻ 3 മീഡിയം സൈസ് മാങ്ങ എടുത്തിട്ടുണ്ട്. അൽഫോൺസോ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക, കാരണം ഐസ്ക്രീം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. ഇതിപ്പോൾ ഒരു 540 ഗ്രാംസ് ഉണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അരച്ച് പ്യൂരി ആക്കിയതിന് ശേഷം ഇത് 280 ഗ്രാംസ് ഉണ്ട്. അപ്പോൾ അത് പ്യൂരി ആക്കിയിട്ട് സൈഡിലോട്ട് മാറ്റി വെക്കുക. ഇനി നമ്മൾ ക്രീം വിപ്പ് ചെയ്യാൻ പോകുന്ന ബൗളും ബീറ്റേഴ്സും കൂടെ ഒരു 10-15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. എന്നാലേ നമ്മുടെ ക്രീം നല്ലോണം ബീറ്റായി അത് വിപ്പായി വരത്തുള്ളൂ. അപ്പം അങ്ങനെ ഞാനിത് തണുപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർക്കാം. ഇനി ഈ വിപ്പിംഗ് ക്രീം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഈ കൺസിസ്റ്റൻസി മതിയാവും നമുക്ക് നമ്മുടെ ക്രീമിൻ്റെ. ഇനി ഇതിലേക്ക് നമുക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിക്കണം. ഞാനിവിടെ ഒരു വലിയ ടിൻ, അതായത് 397 ഗ്രാംസിൻ്റെ ടിന്നിൻ്റെ പകുതി കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ക്വാണ്ടിറ്റിക്ക് നമുക്ക് കറക്റ്റ് 1 ലിറ്റർ ഐസ്ക്രീമാണ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്ലേവറിന് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കാം. നിങ്ങൾക്ക് ഇത് വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് ഇതിന് പകരം മാംഗോ എസൻസും ചേർക്കാൻ വേണമെങ്കിൽ. ഞാനിപ്പോൾ മാംഗോ എസൻസ് ചേർക്കുന്നില്ല, കാരണം അൽഫോൺസോ മാങ്ങ ആയതുകൊണ്ട് നല്ല മാങ്ങയുടെ ഫ്ലേവർ തന്നെ മുന്നോട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പേസ്റ്റാക്കി പ്യൂരി ആക്കി വെച്ചേക്കുന്ന മാംഗോയും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ കണ്ടില്ലേ, വെറും 3 ഇൻഗ്രീഡിയൻസും കൊണ്ട് നമുക്ക് അടിപൊളി ഒരു മാങ്ങ ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റി. പിന്നെ അഡീഷണൽ ഇൻഗ്രീഡിയൻസ് ആണ് വാനില എസൻസും ആൽമണ്ട്സും ഞാൻ ചേർക്കുന്നുണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റിലൊന്ന് ഒരു സ്പാറ്റില വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. പിന്നെ മാംഗോ ഐസ്ക്രീം അല്ലേ, അപ്പോൾ നമുക്ക് ഇച്ചിരി കളർ വേണമെങ്കിൽ നമുക്ക് യെല്ലോ കളർ ആഡ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ഒരു 2 ഡ്രോപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത് ഹെൽത്തിയർ വേർഷനായിട്ട് വെക്കണമെങ്കിൽ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കളറും കൂടെ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക, ആ കളർ എല്ലായിടത്തും മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം.
ഇത് നമ്മൾ ഇനി ഓവർനൈറ്റ് ഫ്രീസ് ചെയ്യണം, എന്നാലേ അതിൻ്റെ ആ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടത്തേ ഉള്ളൂ. മിനിമം 6 മണിക്കൂറും മാക്സിമം ഓവർനൈറ്റ് അല്ലെങ്കിൽ 8-12 മണിക്കൂർ വരെ ഇരുന്നാലേ അത് കറക്റ്റ് നമുക്ക് സെറ്റായി കിട്ടത്തേ ഉള്ളൂ. അപ്പോൾ ഈ ഐസ്ക്രീം മുഴുവനും നമുക്ക് ഈ കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അതായത് ഒന്ന് ഈവൻ ആക്കി കൊടുക്കുക, പറ്റുന്ന അത്ര ഈവൻ ആക്കി കൊടുക്കുക, എന്നാലേ കാണാൻ ഒരു രസം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട്, അതായത് ക്ലിങ് റാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യണം. എന്നിട്ടേ കണ്ടെയ്നർ അടയ്ക്കാവൂ. ഇത് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എയർ കയറാതിരിക്കാൻ. അങ്ങനെ കയറിയ ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടാവും, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ റാപ്പ് ചെയ്തിട്ട് അടച്ചു വെക്കുന്നത്. അപ്പോൾ ഇനി ഇത് റാപ്പ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിനി ഇത് ഫ്രീസ് ചെയ്യാം. അപ്പോൾ ഇത് സിമ്പിൾ ഒരു മാംഗോ ഐസ്ക്രീമാണ്, മാംഗോ ആൽമണ്ട് ഐസ്ക്രീമാണ് ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ കാഷ്യൂ നട്ട് വേണമെങ്കിൽ കാഷ്യൂ നട്ട് യൂസ് ചെയ്യാം, പിന്നെ പിസ്ത ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. അത് നന്നായി ഒന്ന് ചോപ്പ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് നമുക്കതിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അത്. അപ്പോൾ ഈ ഐസ്ക്രീം നമ്മൾ കണ്ടെയ്നറിലേക്ക് ആക്കിയല്ലോ, എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്, ഞാനിപ്പോൾ ആൽമണ്ട്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആൽമണ്ട്സ് നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ സ്പാറ്റില വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അതായത് ഈ ഐസ്ക്രീമിൻ്റെ അടിയിലേക്കും നട്ട്സ് ചെല്ലാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെയും ഒന്ന് ഈവൻ ആക്കി കൊടുക്കുക, ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുകളിലേക്ക് ബാക്കി വരുന്ന ആൽമണ്ട്സും കൂടെ ഇട്ടിട്ട് സെയിം നമ്മൾ ക്ലിങ് റാപ്പ് വെച്ചിട്ട് ഇത് റാപ്പ് ചെയ്യുക, എന്നിട്ട് അടയ്ക്കാവൂ. ആൻഡ് മേക്ക് ഷുവർ ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നർ ആണെന്ന്. എയർ ടൈറ്റ് കണ്ടെയ്നർ അല്ലെങ്കിൽ ഇതിൽ ഐസ് ക്രിസ്റ്റൽസ് ഫോം ആവും, പിന്നെ ഐസ്ക്രീം ഒന്നിനും കൊള്ളത്തില്ല. അപ്പോൾ ഇനി ഇതും നമുക്ക് ഓവർനൈറ്റ് ഫ്രീസ് ചെയ്തിട്ട് അടുത്ത ദിവസം തുറന്നു നോക്കാം. പിന്നെ ഇത് അടച്ചു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഒന്ന് പുറത്ത് വെച്ചിട്ട് ആണ് സെർവ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സ്കൂപ്പ് വെച്ചിട്ട് നമുക്കൊരു സ്കൂപ്പ് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാം. അയ്യവ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഈസി 3 ഇൻഗ്രീഡിയൻറ്റ് മാംഗോ ഐസ്ക്രീം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്, ഭയങ്കര ഈസിയാണ്, ഭയങ്കര ടേസ്റ്റിയുമാണ്, നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറക്കല്ലേ. ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും വേറൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനൂസ് കിച്ചൻ.